ഹലോ, പുതിയൊരു വീഡിയോ കണ്ടാലോ? അതിനായിട്ട് ഞാൻ 2mm ഹുക്ക് എടുത്തിട്ടുണ്ട്, ഇതുപോലൊരു കട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ അൾട്ടിമേറ്റ് കോംബോ ആയിട്ടുള്ള റെഡും വൈറ്റും ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. റെഡ് യാണാണ് എടുത്തിരിക്കുന്നത്. റെഡ് യാൺ എടുത്തിട്ട് ഒരു നോട്ടിട്ട് കൊടുക്കുക. നോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 92 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് ഇപ്പോൾ പറയില്ലേ, നിങ്ങളെന്തായാലും ഗസ് ചെയ്യുമോ നോക്കട്ടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. എന്തായാലും ഹാഫ് ഓഫ് ദ വർക്ക് എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ 92 സ്റ്റിച്ചസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ട് കടക്കാവേ. അടുത്ത നമ്മൾ ഹാഫ് ഡി സി ആണ് ചെയ്യുന്നത്. 3ാമത്തെ ചെയിനിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക, 3 ചെയിനിലൂടെ പുറത്തെടുക്കുക. ഇങ്ങനെയാണ് ഹാഫ് ഡി സി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 20 ഹാഫ് ഡി സി ഇതുപോലെ ചെയ്തെടുക്കണേ. അപ്പോൾ ഇപ്പോൾ 20 ഹാഫ് ഡി സി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് 6 സ്ലീവ് സ്റ്റിച്ചാണ്. കൃത്യമായിട്ട് കൗണ്ട് നോക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പൊസിഷൻസിൽ വ്യത്യാസം വരും. അപ്പോഴത്തേക്കും അത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. കറക്റ്റായിട്ട് കൗണ്ട് സെറ്റാക്കിയിട്ട് തന്നെ ചെയ്യണേ. അപ്പോൾ നമ്മൾ 6 സ്ലീവ് സ്റ്റിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ തൊട്ടിട്ട് 16 ഹാഫ് ഡി സി ആണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഏത് ഫോമാറ്റാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് 20 ഹാഫ് ഡി സി 6 സ്ലീവ് സ്റ്റിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം 16 ഹാഫ് ഡി സി, വീണ്ടും 6 സ്ലീവ് സ്റ്റിച്ച്, അത് കഴിയുമ്പോൾ വീണ്ടും 16 ഹാഫ് ഡി സി, 6 സ്ലീവ് സ്റ്റിച്ച്, 20 ഹാഫ് ഡി സി. 20 ഹാഫ് ഡി സി ഫിനിഷ് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യാവേ. അപ്പോൾ ഈ സെയിം ഫോമാറ്റാണ് നമ്മൾ R4 വരെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ റൗണ്ടായിട്ട് കാണിച്ചു തരുന്നില്ല, സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ R4 വരെ ഫോളോ ചെയ്യുന്നത്. ഇത്രയും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ ബോയ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ R2 മുതൽ ബാക്ക് പോസ്റ്റാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ചെയിനിൻ്റെ 2 ഫ്രണ്ടും ബാക്കും പോർഷൻസ് കിട്ടുമല്ലോ ചെയിനിൽ, അതിലെ ബാക്ക് പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. R2 ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ബാക്ക് പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതുപോലെ എടുക്കുക. ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്കിലത്തെ ചെയിൻ കണ്ടോ, ആ ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് സാധാരണ ഹാഫ് ഡി സി ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പാറ്റേൺ കിട്ടും. നമ്മൾ 2 ചെയിനിൽ കൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പാറ്റേൺ ആയിരിക്കില്ല ഇങ്ങനെ ഫ്രണ്ട് പോസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് പോസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. R3 ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് R4 ചെയ്യാവേ. അപ്പോൾ നമ്മൾ R4 വരെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. യാൺ കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്തിട്ട് യാൺസ് നന്നായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ നമുക്ക് ഓൾറെഡി ഒരു ബോ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് റെഡ് കളർ വെച്ച് വേണമെങ്കിൽ റെഡ് കളർ വെച്ച് തന്നെ ടൈ ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ നോക്കാം. ഞാനിതിന് കുറച്ചും കൂടി ക്യൂട്ടാക്കാനായിട്ട് ഒരു ഫ്രിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബോയ്ക്ക് ചുറ്റും ഒരു ഫ്രില്ല് പോലത്തെ ഒരു മോഡൽ വരും. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ടും നല്ല എസ്തെറ്റിക് ലുക്ക്, നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ഹെയർ ബോയ് ആകുവേ. മറ്റേതെന്ന് പറയുന്ന ഒരു നോർമൽ ഹെയർ ബോയ് ആണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നമുക്ക് കുറച്ചും കൂടി ഒരു കൊറിയൻ ലുക്കും വൈബൊക്കെ തരുന്ന രീതിയിൽ ഉള്ളൊരു ഹെയർ ബോയ് ആണ് ഇത്. അപ്പോൾ നമുക്കിതുപോലെ മൊത്തത്തിൽ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഫ്രിൽസ് ആഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഹെയർ ബോയ് ആയിട്ട് മാത്രമല്ല, നമുക്കിത് കീ ചെയിനായിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. പല രീതിയിലും നമുക്ക് ഈ ബോ യൂസ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ബോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ യാൺ തന്നെയാണ് എടുക്കുന്നത്. ഇത് വെച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കാവേ. നന്നായിട്ട് സെക്യൂർ ചെയ്യാവേ കെട്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഞാനിവിടെ ഒരു ക്ലിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് എടുക്കണം. എനിക്കിതിൻ്റെ പേരറിയില്ല, ഇതിനെന്തോ ഒരു പേര് പറയും. ഞാൻ ഈ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കിനി ഞാൻ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും പറയണേ. ഏതെങ്കിലും മോഡൽസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയിക്കണേ. ഇതുപോലത്തെ ക്രോഷറ്റ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.